ദഹനകാലം 2-ാം വ്യാഴം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. കടലിനെ ശാന്തമാക്കുന്നു. ഗൾഫിൽ പോയവരെ കുറിച്ച് അക്കരയ്ക്ക് പോയി എന്ന് മലയാളികൾ പറയാറുണ്ട്. ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാണ് അക്കരയ്ക്ക് പോവുക. യേശു അക്കരയ്ക്ക് പോകാം എന്ന് യേശു ക്ഷണിക്കുന്നതിനെ സ്വർഗദേശത്തേക്കുള്ള ക്ഷണമായിട്ട് വേണം കാണാൻ. സ്വർഗത്തിലേക്കുള്ള വഴി യേശുവിന് മാത്രമേ അറിയൂ. നമ്മുടെ യാത്രയിൽ യേശുവിനെ കൂടെ കൂട്ടിയിട്ടുണ്ടോ? ഒരിക്കലും ലക്ഷ്യം തെറ്റുകയില്ല. അവനെ വള്ളത്തിൽ കയറ്റാൻ മറക്കരുത്. അക്കരയ്ക്ക് യാത്ര പുറപ്പെടുമ്പോൾ മറ്റു വള്ളങ്ങളും ഉണ്ടായിരുന്നു. ആ വള്ളങ്ങൾ ലക്ഷ്യസ്ഥാനം കൈവരിക്കുമോ ആവോ? യേശുവുള്ള വള്ളം തിരുസഭയുടെ പ്രതീകമാണ്. ലോകത്തിലെ കാളും കോളും നിറഞ്ഞ ആർത്തിരമ്പുന്ന തിരമാലകളെ അതിജീവിച്ച് മുന്നേറാൻ അമരത്ത് യേശു തന്നെ വേണം. നമ്മുടെ യാത്രകളെ വഴിതെറ്റിക്കാൻ പൈശാചിക ശക്തികൾ നമുക്ക് ചുറ്റും പാളയമടിച്ച് അലറി നടക്കുന്നുണ്ട്. കൊടുങ്കാറ്റ് പ്രകൃതിയിലെ ഒരു പ്രതിഭാസമാണ്. ആത്മീയ ജീവിതത്തിൽ കൊടുങ്കാറ്റായി പൈശാചിക ശക്തികൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. യേശു കൂടെയുണ്ടെങ്കിൽ അവൻ അകന്നു നിൽക്കും. ഭൗതിക സ്വപ്നങ്ങളെയൊക്കെ തല്ലി തകർക്കുന്ന പൈശാചിക ശക്തികളുമുണ്ട്. അവയോട് നേരിട്ട് മല്ലടിച്ച് നമുക്ക് ജയിക്കാനാകില്ല. എന്നാൽ യേശുനാമത്തെ വിളിച്ച് ബന്ധിച്ചാൽ ഒഴിഞ്ഞു പോകാത്ത തടസ്സങ്ങളൊന്നും ലോകത്തിലില്ല. അതിന് നാം അവനെ വിശ്വാസത്തോടെ വിളിച്ചുണർത്തണം. അവന്റെ ഒരു നോട്ടം, ഒരു വാക്ക് മതി, എല്ലാ പ്രതിബന്ധങ്ങളും അപ്രത്യക്ഷമാകും. ജീവിതം ശാന്തമാകും.